കേന്ദ്ര ബജറ്റ് നടക്കുന്ന ദിവസം രാവിലെ കേരളകൗമുദി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. വാർത്ത ബജറ്റിനെ കുറിച്ചുള്ളതായിരുന്നു. അതായത് കേന്ദ്രത്തിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്ന ബജറ്റ് വീതത്തിനെ സംബന്ധിച്ചുള്ളത്. വാർത്തയിലെ നായകൻ സുരേഷ് ഗോപിയായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, അണിയറയിൽ പലതും നടന്നു. ബജറ്റ് സുരേഷ് ഗോപിയുടെ സ്വപ്ന സാക്ഷാത്കാരമാകുമോ എന്ന തലക്കെട്ടിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്: കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. പ്രതിനിധിയായ ഏക ലോക്സഭാ എം.പിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെയും ജനങ്ങളുടെയും സ്വപ്നങ്ങൾ പൂവണിയുമോ? അതായത് വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ, കേന്ദ്ര ബജറ്റിൽ തൃശ്ശൂരിന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ബജറ്റ് പ്രഖ്യാപനത്തിനായി തൃശ്ശൂരും കേരളവും കാത്തിരിക്കുകയാണെന്നും വാർത്തയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ തൃശ്ശൂരിന് കാര്യമായൊന്നും കിട്ടിയില്ല എന്ന്. എന്നാൽ ഇത്തവണ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിയതായാണ് സൂചനകളെന്നും വാർത്തയിൽ വ്യക്തമാക്കുന്നു. വാർത്തയിൽ അനുബന്ധമായി ഈ ബജറ്റിനെ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ മെട്രോ അടക്കം തൃശ്ശൂരിലേക്ക് നീട്ടുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു. തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെങ്കിലും ഇത്തവണ പദ്ധതികൾ കൊണ്ടുവരാനാണ് ആദ്യ ശ്രമം. തീർത്ഥാടന ടൂറിസം പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. വിജയിച്ചു വന്നപ്പോഴും തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രസാദം പദ്ധതിയിലും പ്രതീക്ഷയുണ്ട്. ആതിരപ്പള്ളിയിൽ വിസ്നിയൽ ലാൻഡ് മോഡൽ ടൂറിസം പദ്ധതിയും ബജറ്റിലെ പ്രതീക്ഷയാണ്. കർഷകരുടെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ടവർക്ക് പദ്ധതികൾ നടപ്പാക്കാനുള്ള രൂപരേഖ സമർപ്പിച്ചിട്ടുണ്ട്. കർഷകർക്ക് നൽകുന്ന സബ്സിഡി തുക വൈകുന്നതിനാൽ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതിന് പരിഹാരമായി കേന്ദ്രം നൽകുന്ന സബ്സിഡി തുക നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രഖ്യാപനമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെയായിരുന്നു വാർത്തയിൽ വിശദമായി പറഞ്ഞിരുന്നത്. എന്നാൽ ബജറ്റ് വന്നപ്പോഴോ പതിവ് പോലെ കേരളത്തിനൊന്നും കിട്ടിയില്ല. ആദ്യമായി ബി.ജെ.പിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു എം.പി കേന്ദ്രത്തിലേക്ക് പോയി അവിടെ മന്ത്രിയായി കേരളത്തിൻ്റെ പ്രതിനിധിയായി മാറിയപ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പ്രത്യേകിച്ചും തൃശ്ശൂരുകാർ. ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം. അന്ന് പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും കിട്ടിയില്ല. ഇന്നോ ഒന്നും കിട്ടിയതുമില്ല, ഇനി പ്രതീക്ഷയുമില്ല. കേരള കൗമുദി വാർത്തയിൽ പറഞ്ഞ അണിയറയിൽ നടന്ന കാര്യങ്ങളൊന്നും ബജറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര നേതാക്കൾ ആരും അറിഞ്ഞില്ല. അതിനിടയിൽ രണ്ടാമത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വളരെ മികച്ച ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ തരാമെന്ന്. ഈ പിടിച്ചതിനേക്കാൾ വലിയ സാധനമാണ് മാളത്തിനകത്ത് എന്ന് പറഞ്ഞു കേട്ടില്ലേ? അതേപോലെയായിരുന്നു സുരേഷ് ഗോപിയുടെ ബജറ്റ് പ്രസ്താവന. കേരളത്തിന് എന്ത് വേണമെന്ന് ചുമ്മാ പുലമ്പൽ നടത്തിയാൽ പോരാ, ബജറ്റിൽ വേർതിരിച്ച് കണ്ടിട്ടില്ല എന്ന്. എന്തായാലും തൃശ്ശൂരുകാർ മാത്രമല്ല, കേരളീയർ മുഴുവൻ നാണം കെട്ടു. സുരേഷ് ഗോപിക്ക് പുറത്തിറങ്ങി ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ മറ്റേ കേന്ദ്രമന്ത്രി കേരളത്തിലോട്ട് സാധാരണ വരാറില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നവുമില്ല. എന്തായാലും തനിക്കെതിരെ ഉയർന്ന ആ പ്രതിഷേധങ്ങളെയും ജനങ്ങളുടെ ഇടയിലുണ്ടായ ചർച്ചകളെയും അവസാനിപ്പിക്കുവാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നീക്കത്തിലൂടെ ബി.ജെ.പിയിലെ ഏറ്റവും ബുദ്ധിയുള്ള നേതാവ് താനാണെന്ന് സുരേഷ് ഗോപി തെളിയിച്ചിരിക്കുകയാണ്. വെറും മണ്ടനല്ല അദ്ദേഹം, നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. മുന്നിൽ ജനങ്ങളെ കാണുമ്പോൾ ഇളകുന്ന ഒരു സ്വഭാവം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മനസ്സിൽ വരുന്നത് മുഴുവൻ അങ്ങ് വച്ചുകാച്ച്. മേമ്പൊടിയായി ആക്ഷനും പ്രത്യേക ശൈലിയിലുള്ള സംസാരവും ഒക്കെയായി അങ്ങ് കാട് കയറും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് പണ്ട് ഇദ്ദേഹം സിനിമയിൽ ചെയ്ത പോലീസുകാരൻ കഥാപാത്രങ്ങളായാണ് എന്ന്. ഇത്രയ്ക്ക് നിഷ്കളങ്കനാണോ ഇദ്ദേഹം എന്നൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കും. എന്നാൽ അതൊന്നുമല്ല. തനിക്കെതിരെ വളർന്നു വന്ന വലിയൊരു ജനവികാരത്തെ ഒരൊറ്റ പ്രസംഗത്തിലൂടെ മലർത്തിയടിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കക്ഷി. ഗോത്രവകുപ്പ് ബ്രാഹ്മണർ ഭരിക്കട്ടെ എന്നും ഉന്നത കുലജാതർ ആദിവാസി വകുപ്പിൻ്റെ ചുമതലയിൽ വന്നാൽ ആദിവാസി മേഖലയിൽ പുരോഗതി ഉണ്ടാകുമെന്നും ഗോത്രവിഭാഗങ്ങളുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കണമെന്നുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്.
ഈ ബ്രാഹ്മണർ, നായിഡു എന്നൊക്കെ പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാരായ വിഭാഗങ്ങളാണ്. സംവരണം വാങ്ങുന്ന വിഭാഗങ്ങളുടെ വകുപ്പ് ഉയർന്ന ജാതിക്കാർ അല്ലെങ്കിൽ മറ്റു ജാതിക്കാർ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നതെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപി ഇവിടെ ഉപയോഗിച്ച ഒരു വാക്കാണ് വിഷയം. ഉന്നത കുലജാതർ, അതായത് ഉയർന്ന കുലത്തിൽ ജനിച്ചവർ. സാങ്കേതികമായി പറഞ്ഞാൽ ഉന്നത കുലജാതർ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്, അതായത് വിപരീതാർത്ഥം എന്ന് പറയുന്നത് നികൃഷ്ടർ എന്ന് തന്നെയാണ്. അതായത് സുരേഷ് ഗോപി പറയുന്ന ഈ ജാതിക്കാരൊക്കെ ഉന്നത കുലജാതരും മറ്റുള്ളവർ നികൃഷ്ടരുമാണെന്നർത്ഥം. മനസ്സിലിരിപ്പാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു ചാടി വരുന്നേയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് സുരേഷ് ഗോപിയുടെ ബുദ്ധിയെക്കുറിച്ചാണ്. കഴിഞ്ഞ തവണ ബജറ്റിൽ എന്തൊക്കെയോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മലയാളികളെയും പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട തൃശ്ശൂർക്കാരെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞ വ്യക്തിയാണ് പുള്ളിക്കാരൻ. ഒന്നും കിട്ടിയില്ല. അത് കിട്ടാത്തതിൻ്റെ കുറേ ന്യായീകരണങ്ങളും മറ്റും പുള്ളി പറയുകയും ചെയ്തു. പക്ഷേ തൃശ്ശൂരുകാർ കട്ട കലിപ്പിലായിരുന്നു. പിന്നെ ഇപ്പോൾ മന്ത്രിയായി കയറിയതല്ലേ ഉള്ളൂ, അടുത്ത തവണ സുരേഷ് ഏട്ടൻ ഞങ്ങളെ നിരാശരാക്കില്ല എന്ന് അവർ കരുതി. എന്നാൽ ഇപ്പോഴോ ആനമുട്ട കിട്ടി. ഇനി അതിനെ തട്ടിപ്പൊട്ടിച്ച് കല്ല് ചൂടാക്കി ഓംലെറ്റ് അടിച്ച് കഴിച്ചാൽ മതി. കഴിഞ്ഞ വർഷം ജനങ്ങളെ നന്നായി പറ്റിച്ചു കടന്നു കളഞ്ഞ സുരേഷ് ഗോപി ഇത്തവണയും അതേ ജനങ്ങളെ വീണ്ടും പറ്റിച്ചു. ഇതോടുകൂടി തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നിളകി. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ജയിപ്പിച്ചു വിട്ട ഒരു മഹാൻ ആ ജയിപ്പിച്ചു വിട്ടതിൻ്റെ യാതൊരു നന്ദിയും തൃശ്ശൂരിലെ ജനങ്ങളോട് കാണിക്കുന്നില്ല എന്നു മാത്രമല്ല, കിട്ടുന്ന സമയത്തൊക്കെ തങ്ങളുടെ തൃശ്ശൂർ ഉൾപ്പെടുന്ന കേരളത്തെ പരമാവധി ആക്ഷേപിക്കാനും നോക്കുന്നുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ പ്രസംഗിച്ച കരിമൊഴി ആ പ്രസംഗത്തിനിടയിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അവിടെ ഇരുന്ന് കോമാളി ആക്ഷൻ കാണിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തെ ചൊറിഞ്ഞുകൊണ്ടുള്ള കുറേ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തു വരും. അതിനിടയിലാണ് ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപനവും എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നല്ല ദേഷ്യമുണ്ട്. ഈ ദേഷ്യം തനിക്ക് തിരിച്ചടിയാകുമെന്ന് സുരേഷ് ഗോപിക്ക് അറിയുകയും ചെയ്യാം. അവിടെയാണ് സുരേഷ് ഗോപി തൻ്റെ ബുദ്ധി പ്രയോഗിച്ചത്. ബജറ്റ് പ്രഖ്യാപനം വന്നതിൻ്റെ പിറ്റേ ദിവസം സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും സംരക്ഷിക്കാൻ ബ്രാഹ്മണർക്കേ കഴിയുകയുള്ളൂ എന്ന രീതിയിലൊരു പ്രസ്താവന വന്നതോടെ എല്ലാവരും അതിൻ്റെ പിറകിൽ പിടിച്ച് തൂങ്ങിക്കഴിഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാമെന്നും പുള്ളി അറിയിച്ചെങ്കിലും ദളിത് സംഘടനകൾക്കൊന്നും ദേഷ്യം അടങ്ങുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നാൽ കേരളത്തിലെ പൊതുസമൂഹത്തെ തൻ്റെ ഈ ഉന്നത കുലജാതർ എന്ന ഒറ്റ പ്രസ്താവനയിലൂടെ രണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നവരും സുരേഷ് ഗോപിയെ എതിർക്കുന്നവരും. അതായത് സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്നത കുലജാതരും നികൃഷ്ടരും. കേരളത്തിലെ BJPയിൽ ബുദ്ധിയുള്ള ആരുമില്ലേ എന്ന ചോദ്യം നേരത്തെ പലതവണ പല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. കാരണം ഇതുവരേക്കും BJPക്ക് ഒരു ഉയർച്ച കേരളത്തിൽ ഉണ്ടാവാത്തതിന് കാരണം ബുദ്ധിയില്ലാത്ത നേതാക്കളാണ് എന്ന് ചർച്ചകളാണ് മുമ്പ് ഉയർന്നിരുന്നത്. പക്ഷേ സുരേഷ് ഗോപിയെ ആ കൂട്ടത്തിൽ കൂട്ടേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര ബുദ്ധിയാണ്. അത്രയ്ക്ക് നല്ല ബുദ്ധിയുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തൃശ്ശൂരിലെ പള്ളിയിൽ പോയി സ്വർണ്ണക്കിരീടം പുള്ളി നടക്കി വച്ചതുൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തിയത്. കൊടുത്തത് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് തെളിഞ്ഞെങ്കിലും അതെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് സുരേഷ് ഗോപിക്ക് ഉണ്ടായല്ലോ എന്നാണ് നിഷ്കളങ്കരായ തൃശ്ശൂർക്കാർ ചിന്തിച്ചത്. ആ ചിന്തയൊക്കെയാണ് വോട്ടായി വീണത്. MP ആയി ജയിച്ച് മന്ത്രിയായ ശേഷം തങ്ങളുടെ MP തങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് വോട്ടിട്ടു ജയിപ്പിച്ചവർ ചിന്തിക്കുന്നത് സ്വാഭാവികം. എന്നാൽ അതിനൊന്നും കഴിയാത്ത ഒരു വ്യക്തിയാണ് എന്ന് ബജറ്റ് ദിവസം ജനങ്ങൾ വീണ്ടും അത് മനസ്സിലാക്കുമ്പോൾ ആ ജനങ്ങളെ മറ്റൊരു കാര്യത്തിലേക്ക് തിരിച്ചുവിടാൻ കാണിച്ച ബുദ്ധി മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കും വേണമെങ്കിൽ മാതൃകയാക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെയും തൻ്റെ ഉന്നത കുല ആഭിമുഖ്യം സുരേഷ് ഗോപി തെളിയിച്ചിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ് താനെന്ന് സുരേഷ് ഗോപി ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു സമുദായക്കാർ ഇത്തരത്തിലുള്ള വലിയ ജാതി പ്രസ്താവന കേട്ടാൽ എന്ത് ധരിക്കുമെന്ന് സുരേഷ് ഗോപിക്ക് ആശങ്കയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണം താൻ അത്തരമൊരു സാഹചര്യത്തിൽ അഭിമാനിക്കുന്നു എന്ന കാര്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഉന്നത കുലജാതനായ സുരേഷ് ഗോപിക്ക് വേണ്ടി വീട് വീടാന്തരം കയറി വോട്ട് പിടിക്കാനിറങ്ങിയ ഉന്നത കുലജാതർ അല്ലാത്തവർ ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്.